ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനാണ്. ഇപ്പം മോർണിംഗ് ടാസ്കിൽ PR കൊടുത്തിട്ട് ആരാണ് വന്നിട്ടുള്ളത്, സ്വന്തം കഴിവുകൊണ്ട് ആരാണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ള ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ളത് അനുമോളുടെ പേരാണ്. അനുമോളാണ് PR കൊടുത്തിട്ട് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അനീഷ് ഫസ്റ്റ് വന്നിട്ട് പറയുന്നത് അനുമോളുടെ പേര് തന്നെയാണ്. അനുമോൾ പലപ്പോഴും സോഷ്യൽ മീഡിയ ഫാൻസിനെ കുറിച്ചിട്ടും ഫോളോവേഴ്സിനെ കുറിച്ചും സംസാരിക്കുന്നു. അത് PRൻ്റെ സൂചനയാണെന്നാണ് അനീഷ് പറയുന്നത്. പിന്നെ PR ഇല്ലാതെ വരുന്നത് ലക്ഷ്മിയാണെന്നാണ് അനീഷ് പറഞ്ഞത്. ആര്യൻ വന്നിട്ടും പറഞ്ഞിട്ടുള്ളത് അനുമോളുടെ പേര് തന്നെയാണ് PR ഉണ്ടെന്ന് പറഞ്ഞത്. വീക്കെൻഡിൽ ഡ്രസ്സൊന്നും പാക്ക് ചെയ്യുന്നില്ല, എന്തെങ്കിലും ടാസ്ക്കൊക്കെ നടക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് കാണുന്നു, അത് PR ഉള്ളത് കൊണ്ടാണെന്ന് പറയുന്നു. ആര്യൻ പറയുന്നത് നൂറിയാണ് ഇതില്ലാതെ PR ഇല്ലാതെ നിൽക്കുന്നത്, കാരണം പോവുകയാണെങ്കിൽ പോട്ടെ എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ലെവലിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഷാനവാസ് വന്നിട്ടും അനുമോളെയാണ് PR ഉള്ളതായിട്ട് പറയുന്നത്. ആദില നൂറ വന്നിട്ട് ലക്ഷ്മീനെയാണ് PR ഉള്ളതായിട്ട് പറയുന്നത്. കാരണം ഒന്നും ചെയ്യാഞ്ഞിട്ടും അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കൂടുതൽ പേര് അനുമോളുടെ പേര് പറഞ്ഞു. അനുമോൾക്ക് ആദ്യ ഫാൻ പവറൊക്കെ കൂടുതലുള്ള ഒരു വ്യക്തി തന്നെയാണ്. അത്യാവശ്യം ഇനോഗ്രേഷനും ഒക്കെ പോകുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ്. പിന്നെ ഫോളോവേഴ്സും ഉണ്ട്. അനുമോൾക്കൊരു PRൻ്റെ ആവശ്യം ടോപ്പ് 5 എത്താൻ വേണ്ട, പക്ഷേ 1 or 2 എത്തുമ്പം അതൊരു PR വേണ്ടി വന്നേക്കാം, ഫസ്റ്റ് എത്താൻ വേണ്ടിയിട്ട്. അതിന് ചിലപ്പം PR കൊടുത്തിട്ടുണ്ടായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ PR കൊണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യം ബിന്നിയാണ്. ബിന്നി കുറച്ചുകൂടെ കൂടുതലായിട്ട് പറഞ്ഞു അനുമോൾ PR കൊടുത്തിട്ടുണ്ട്. PR എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കൊടുത്ത അതേ, കഴിഞ്ഞ വർഷത്തെ സീസണിലെ ഒരു വ്യക്തി കൊടുത്ത അതേ PR തന്നെയാണ് ഏറ്റെടുത്തുള്ളത്. 16 ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത്. 50,000 രൂപ അഡ്വാൻസ് കൊടുത്തു എന്നാണ് ബിന്നി പറയുന്നത്. അത് ശരിക്കും അറിയുന്ന പോലെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. PR കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ്. കാരണം PRന് കൂടുതൽ വീഡിയോസ് ചെയ്ത് ഗെയിം കളിക്കുന്നവർക്കൊക്കെ ഫസ്റ്റ് എത്താൻ വേണ്ടി സാധിക്കും. അല്ലാത്തവർ, ഒന്നും കളിക്കാത്തവർക്ക് PR കൊടുത്തിട്ടൊന്നും കാര്യമില്ല. പിന്നെ ലാസ്റ്റ് എത്തുമ്പോൾ ടോപ്പ് 5 എത്തിക്കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് ഓർ സെക്കൻഡ് എത്തുമ്പോൾ PR കൊണ്ട് അത് മാറ്റിമറിക്കാൻ മാനിപ്പുലേറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ട് മാറ്റിമറിക്കാൻ സാധിക്കുമായിരിക്കും. അല്ലാതെ PR കൊണ്ട് എന്താണെന്ന് അറിയില്ല. നിങ്ങളുടെ അഭിപ്രായം പറയൂ, ആരാണ് PR കൊടുത്ത് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ.